മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയുടെ കേരള ബന്ധം തേടി NIA. റാണയെ സഹായിച്ചവർ ആരൊക്കെ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. ഭീകരപ്രവർത്തനത്തിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനാണ് എത്തിയത് എന്ന് റാണ അന്വേഷണ ഏജൻസിക്ക് മൊഴി നൽകി. 2008 നവംബറിലാണ് കൊച്ചിയിലെ താജ് ഹോട്ടലിൽ തഹാവൂർ റാണ തന്റെ ഭാര്യയുമായി താമസമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് കേരളത്തിലെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ സന്ദർശനം വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചോ എന്നറിയാൻ NIA സംഘം ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. തുടർന്നാണ് തഹാവൂർ റാണയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരം NIA സംഘത്തിന് കിട്ടിയത്. അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഭീകരൻ കേരളത്തിൽ താമസമാക്കിയെന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരം കേരള പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അദ്ദേഹം അന്ന് നൽകിയത്. അതിനുശേഷം കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ വിവരങ്ങൾ NIA സംഘത്തിനും കൈമാറിയിരുന്നു. തുടർന്ന് നമുക്കറിയാം പിന്നീട് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലൊക്കെ നടന്നു. തഹാവൂർ റാണ അമേരിക്കയിൽ പിടിക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണം കാര്യമായി മുന്നോട്ട് പോയിരുന്നില്ല. അന്ന് താജ് ഹോട്ടലിലെ ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മുടെ പോലീസ് സംവിധാനത്തിന് രജിസ്റ്ററൊക്കെ നോക്കിയിട്ട് പോലീസ് സംവിധാനത്തിന് കൈമാറിയിട്ടുണ്ട് എന്ന വിവരം കൂടി ലഭിച്ചിരുന്നു. ഇതടക്കമാണ് NIA സംഘത്തിന്റെ പക്കലുണ്ടായിരുന്നത്. തുടർന്നാണ് ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യലിലേക്കും മറ്റും NIA സംഘം കടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചോദ്യം ചെയ്യലിൽ ചില നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കേരളത്തിൽ ഇവർ എത്തിയത് ഈ തീവ്രവാദ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടാണോ എന്ന കാര്യമാണ് NIA പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പല മേഖലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇത് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇവർ സന്ദർശനം നടത്തിയിരുന്നു. ഈ തീവ്രവാദ ആക്രമണത്തിന്റെ തൊട്ട് മുമ്പ് രാജ്യത്തെ മിക്ക നഗരങ്ങളും സന്ദർശിച്ചിരുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. 2008 നവംബർ 14 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ ഡൽഹി, അഹമ്മദാബാദ്, കൊച്ചി, മുംബൈ, UPയിലെ ഹാപ്പൂർ, ആഗ്ര തുടങ്ങിയ നഗരങ്ങളിലും ഈ സംഘം സന്ദർശനം നടത്തി എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ലഷ്കർ ഇ തയ്യബയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ തിരിച്ചറിയുന്നതിനും മറ്റുമായിരുന്നു സന്ദർശനങ്ങൾ എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം ഇത്തരത്തിൽ ഈ വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് NIA സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതനുസരിച്ച് കൊച്ചിയിലും വരും ദിവസങ്ങളിൽ NIAയുടെ അന്വേഷണം ഉണ്ടാകും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. കേരള പോലീസിനും ഈ സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ NIA സംഘം കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. 24 മണിക്കൂറിലും ഇപ്പോൾ തഹാവൂർ റാണ നമുക്കറിയാം NIAയുടെ കസ്റ്റഡിയിലാണ്. 24 മണിക്കൂറും ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അഭിഭാഷകനെ കാണാനുള്ള സൗകര്യം കൂടി NIA സംഘം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എന്തെങ്കിലും സംഭവവികാസങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വിശദമായി അന്വേഷിക്കാൻ തന്നെയാണ് NIA സംഘത്തിൻ്റെ തീരുമാനം.